Warm welcome and regards to everyone from Richness Global. ഹൈറിച്ച് ഒരു വലിയ നിയമ പോരാട്ടത്തിലാണല്ലോ. ഇതിനിടയിൽ ഒരു കരടായി ഞങ്ങളുടെ വാക്കുകൾ മാറണ്ട എന്ന തോന്നലാണ് ഇതുവരെ വീഡിയോകൾ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണം. ഇപ്പോൾ ചില ഗുരുതരമായ ആരോപണവുമായി പ്രമുഖ മീഡിയകളെ കൂട്ടുപിടിച്ചു ഫേക്ക് ന്യൂസുകൾ നിങ്ങളും കാണുന്നുണ്ടായിരിക്കും. തീർച്ചയായും ഹൈറിച്ച് കമ്പനി ഇതിനെ നിയമപരമായി നേരിടുന്നുണ്ടാകും. എന്നാലും ആർക്കൊക്കെയോ ഹൈറിച്ചിന്റെ വളർച്ചയിൽ ഭയമുള്ളതുപോലെ. അല്ലെങ്കിൽ കോടികൾ മുടക്കി എന്തിന് പെയ്ഡ് ന്യൂസ് ചെയ്യിക്കുന്നു? മനോരമ ന്യൂസിൽ വന്ന പെയ്ഡ് ന്യൂസ് എല്ലാവരും അറിഞ്ഞു കാണും. ഇതുവരെ കളിച്ച കളികൾ കൊണ്ടൊന്നും ഹൈറിച്ചിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ബോധ്യമാവാം ഇങ്ങനെ ഒരു ചടുല നീക്കത്തിനു പിന്നിലെ കാരണം. ഏതോ ഒരു സ്ത്രീ ശബ്ദം ഉപയോഗപ്പെടുത്തി ഒരു വൈറൽ വാർത്ത പടച്ചുവിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുവഴി ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ ഭയപ്പെടുത്തുക. കൃത്യമായി ആ ജിൻസി എന്ന സ്ത്രീയുടെ വോയിസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വാർത്ത ന്യൂസ് ചാനലിൽ വരുന്നതിന് ഒരു മണിക്കൂർ മുൻപ് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തു ചാനലിൽ കൊടുത്തവർ തന്നെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ കാര്യം പുറത്തുവിടുന്നു. ശ്രദ്ധിക്കുക, അവർ ഗ്രൂപ്പിൽ പറഞ്ഞ സമയം തെറ്റാതെ തന്നെ ചാനലിൽ ആ വാർത്ത വരുന്നു. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഇതൊന്ന് പുറത്തു കൊണ്ടുവരാൻ മാത്രമാണ് ഈ വീഡിയോ. ശരിക്കും കോടികൾ ആർക്ക് കൊടുക്കുന്നു എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ആരാണ് ഇതിന്റെ പിറകിൽ? ആരൊക്കെയോ ഈ പ്രസ്ഥാനത്തെ ഭയക്കുന്നു. സത്യമേവ ജയതേ എന്നത് ആരും മറക്കണ്ട. തെളിവുകൾ ഓരോന്നായി വെള്ളിവെളിച്ചത്ത് തിളങ്ങുന്ന ദിവസം അകലെ അല്ല. ഇന്ന് സൂര്യഗ്രഹണം എന്ന് കരുതി അത് നാളെയും ആവർത്തിപ്പിക്കാൻ ഇവർക്കാവില്ലല്ലോ. അടുത്തതായി ഇപ്പോൾ ഒരു വാർത്ത കൂടി ഫേക്ക് ഫ്ലാഷ് ന്യൂസ് ആയി എത്തിക്കഴിഞ്ഞു. ഹൈറിച്ച് കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചു എന്ന്. 16/3/2024 ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടായി എന്നത് സത്യം. അതാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത പോലെ അവതരിപ്പിച്ച് ജനത്തെ കഴുതയാക്കുന്നത്. നിലവിൽ ഒരു കേന്ദ്ര ഏജൻസി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. കോടതിയിൽ ആണെങ്കിൽ കേസുകൾ ഏകദേശം വിധി പറയുന്ന ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇനി നിങ്ങളുടെ സാമാന്യജ്ഞാനത്തിൽ എന്തു തോന്നുന്നു? CBIയുടെ അന്വേഷണത്തിന് നിയമപരമായ സാധ്യത ഉണ്ടോ? ഏപ്രിൽ ഫൂൾ തുടർച്ചയായി ആക്കാൻ നിന്ന് കൊടുക്കണമോ? എല്ലാ അഭ്യുദയകാംക്ഷികളും ഹൈറിച്ച് ഫാമിലി മെമ്പേഴ്സും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഘട്ടത്തിലും ചില അവസാന അടവുകൾ ചിലർ എടുക്കുന്നു, അത്രമാത്രം. ജയ് ഹൈറിച്ച്.